ഇത്രയും വലിയൊരു അലിഗേഷൻ മെസ്സിക്കെതിരെ വന്നിട്ടും എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് ചോദിക്കുന്നവർ ആൻഡ് ഈ വീഡിയോ അയച്ചു തന്ന് ഇതിൽ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ദിസ് ഇസ് എൻ എക്സ്പ്ലനേഷൻ വീഡിയോ. ഇതുപോലുള്ള അലിഗേഷൻസ് ഒക്കെ മെസ്സിയെക്കുറിച്ച് അടിച്ചു വിടുമ്പോൾ എവിടെയെങ്കിലും ഒരു തരിക്കുള്ളൊരു പ്രൂഫെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒരു തരിക്കെങ്കിലും വേണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസ്സി പേടിപ്പിച്ചു, ഇനി ഒരിക്കലും അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ താരം ഇന്ന് വരേക്കും എവിടെയും വന്നിട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഇതെങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള സാധനം വരുന്നത്? ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ ഈ പ്ലെയർ ഏതോ ഒരു പഴയ MLS പ്ലെയറിനോട് പറഞ്ഞിട്ട് ആ MLS പ്ലെയർ ഈ പറയുന്നത് പോലെ പോഡ്കാസ്റ്റിൽ വന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊക്കെ വിശ്വസിച്ച് വീഡിയോ ചെയ്യുന്നവരെ കാര്യം, ഇന്ന് ഈ ലോകത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും ഒരു ഓഡിയോ പ്രൂഫോ വീഡിയോ പ്രൂഫോ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിന്ന് കിട്ടേണ്ടതാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് കവർ ചെയ്തതിൻ്റെ വിഷ്വൽസ് എങ്കിലും വരേണ്ടതാണ്. പക്ഷേ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇല്ല, ഒരു ഓഡിയോ പ്രൂഫ് ഇല്ല. എന്നിട്ടാണ് ഈ റൂമേഴ്സ് അടിച്ചു വിടുന്നത്. ഈ റൂമേഴ്സ് അടിച്ചു വിടുന്നവർ ഞാൻ പറയുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഈ റിഗ്ഡ് കഥയായിരുന്നു. ഇതിപ്പോൾ അവർക്ക് തന്നെ പറഞ്ഞ് മതിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി എങ്ങനെയെങ്കിലും മെസ്സി ഒന്ന് വില്ലനാക്കണം. വില്ലനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനം കിട്ടുന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അതാണ് സമാധാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കിടക്കൂ, ഹീസ് എ വില്ലൻ. ശരിയാണ്, പലരുടെയും സ്റ്റോറിയിൽ മെസ്സി വില്ലനായിരിക്കും. കാര്യം പലരും വിചാരിച്ച കാര്യങ്ങൾ, സ്വപ്നം കണ്ട കാര്യങ്ങൾ, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുത്തത് കൊണ്ട് അവനൊരു വില്ലൻ തന്നെ ആയിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൂഫും, ഒരു തരിക്ക് പോലും പ്രൂഫില്ലാത്ത കാര്യങ്ങൾ ശരിയായിരുന്നെങ്കിലോ മെസ്സി എന്തൊരു വില്ലനാണ് എന്നൊക്കെ പറഞ്ഞിടണമെങ്കിൽ എന്ത് ഹെയ്റ്റാണ് നിൻ്റെ മനസ്സിലൊക്കെ?